തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവുമായി ബിജെപി. നവീകരണത്തിനായി പദ്ധതിയിലെ തുക പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ലെന്നും ആരോപണം. ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാർക്കിന്റെ തിരക്കിട്ട നവീകരണത്തിന്റെ ആവശ്യകത എന്താണെന്നും ബിജെപി ചോദിക്കുന്നു. ഗാന്ധി പാർക്ക് നവീകരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. 1,50,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗാന്ധി പാർക്കിൽ നടത്തിയെന്ന് കോർപ്പറേഷൻ ഭരണസമിതി പറയുന്നുണ്ടെങ്കിലും അത്രയും തുക മുടക്കി യാതൊരുവിധ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ലെന്ന് ബിജെപി കൗൺസിലർമാർ ആരോപിക്കുന്നു. നഗരവാസികളെ വിഡ്ഢികളാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നഗരത്തിൻ്റെയും അതുപോലെ തന്നെ പാർക്കുകളുടെയും ഒക്കെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ കൗൺസിൽ യോഗത്തിൽ പാസ്സായി പോയിട്ടുണ്ട്. ആ പാസ്സായി പോയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം 1.5 കോടി രൂപയുടെ വർക്ക് അവിടെ നടക്കേണ്ടതാണ്. 1.5 കോടി രൂപയുടെ വർക്ക് നടക്കാതെ അതിലെ ഭാഗികമായിട്ടുള്ള ഫണ്ട് ചെലവഴിച്ചുകൊണ്ട്, അതിന് കൃത്യമായിട്ടുള്ള കണക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ആ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് മുഴുവൻ തുകയും ചെലവഴിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്. ജനങ്ങൾ ആവശ്യാനുസരണം ഇവ ഉപയോഗിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗാന്ധി പാർക്ക് വെട്ടിപ്പൊളിച്ച് വീണ്ടും നിർമ്മാണ ചെലവാക്കിയത്. 2024 തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ 4 മാസം മുൻപാണ് പൂർത്തിയാക്കി ഉദ്ഘാടന മഹാമഹം നടത്തിയത്. മഹാത്മാഗാന്ധിയുടെ ജീവിതയാത്രയെ ആസ്പദമാക്കി പ്രത്യേകം തയ്യാറാക്കിയ 16 തരം ചിത്ര പാനലുകൾ, ഗാന്ധി നടത്തിയ സമരയാത്രകൾ, ചരിത്രപ്രധാനമായ സംഭവ വികാസങ്ങൾ, സന്ദർഭങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും വിവരങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ ഗാന്ധിയുടെ മുഖചിത്രവും സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനായി പൊതുവേദി, വഴിവിളക്കുകൾ, നിലവിലെ ഇരിപ്പിടങ്ങൾ മോടിപിടിപ്പിക്കൽ, പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ കൊത്തുപണികൾ, പ്രഭാത സവാരിക്കായി നടപ്പാത, അലങ്കാര ലൈറ്റുകൾ, ചെടികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ പദ്ധതിയിലെ തുക പൂർണ്ണമായും വിനിയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവമെന്ന് ബിജെപി കൗൺസിൽ അംഗങ്ങൾ പറയുന്നു. അത്രയും ഫണ്ട് അവിടെ ചെലവഴിച്ചിട്ടില്ല എന്ന ആരോപണ വിധേയമായ സമയത്ത് ആ ഉദ്ഘാടന സദസ്സ്, ആ വേദി കെട്ടി കല്ല് പതിപ്പിച്ചു ഒക്കെ ചെയ്ത ശേഷം ആ ഉദ്ഘാടനം മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അതിനകത്ത് മുഴുവനും ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടുകളെ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് ആ ഉദ്ഘാടനം കഴിഞ്ഞാൽ ബിജെപി കൗൺസിൽ പാർട്ടി പുറത്തത് കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ മാറ്റിവെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. നഗരത്തിൽ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് കോർപ്പറേഷൻ ധൃതി പിടിച്ച് കോടികൾ ചെലവാക്കി ഗാന്ധി പാർക്ക് നവീകരിച്ചത്. 1,50,00,000 രൂപ ചെലവഴിച്ചതായി കണക്ക് കാട്ടിയെങ്കിലും അതിന്റെ 1/4 പോലും ഗാന്ധി പാർക്കിൽ ചെലവഴിച്ചിട്ടില്ല എന്നതാണ് ഉയരുന്ന പരാതി. ഇതിനെല്ലാം തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയും ഇടത് കൗൺസിലർമാരും ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളതായും ആരോപണമുയരുന്നു. ജനം, തിരുവനന്തപുരം.